Hi everyone, this is Rinsi from Grow Malayalam channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് അതുപോലെ തന്നെ മോസ്റ്റ് അവൈറ്റഡ് IPOനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് LIC. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളൊരു LIC പോളിസി ഹോൾഡർ ആണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഗ്രോ ആപ്പ് യൂസ് ചെയ്തിട്ട് LICയുടെ IPO നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ₹60 പെർ ഷെയർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊരു പോളിസി ഹോൾഡർ അല്ലെങ്കിലും നിങ്ങൾക്ക് സെയിം സ്റ്റെപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പെർ ഷെയർ നിങ്ങൾക്ക് ₹45 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അവൈൽ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കണ്ടതിന് ശേഷം വീഡിയോ ക്ലോസ് ചെയ്ത് നിങ്ങൾ പോകരുത്. ഇതിന് ശേഷം നമ്മൾ LICയുടെ ബിസിനസ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടും ഇൻ ഡെപ്തിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ LICയുടെ IPO അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. കാരണം നോർമൽ IPO റിവ്യൂ വീഡിയോ എന്ന് ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LICയുടെ ബിസിനസ് അതുപോലെ തന്നെ IPO ഒരു ക്വസ്റ്റ്യനെ ഫോമാറ്റിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ട് ടീം കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ LICയുടെ IPO അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയാമല്ലോ, ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ബട്ട് ഞാൻ പ്രോമിസ് തരാം, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് LICയുടെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം എങ്ങനെ നമുക്ക് ഗ്രോ ആപ്പ് യൂസ് ചെയ്തിട്ട് LICയുടെ IPO അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബോത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റർ കോട്ട അതുപോലെ തന്നെ പോളിസി ഹോൾഡർ കോട്ട. അപ്പോൾ അതൊക്കെ നമുക്കിനി സ്ക്രീനിൽ നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ഗ്രോ ആപ്പ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് സ്റ്റോക്ക് ടാബിൽ എക്സ്പ്ലോർ സെക്ഷനിൽ പോകുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു സബ്സെക്ഷൻ കാണാൻ സാധിക്കും IPO, അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു LIC IPO കാർഡ് കാണാൻ സാധിക്കും. ആ ഒരു കാർഡിൻ്റെ അപ്ലൈ ബട്ടണിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3, ഇങ്ങനെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബൈ ഡീഫാൾട്ട് റെഗുലർ മോഡാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റർ കോട്ട. അപ്പോൾ ഈ ഒരു മോഡിൽ നിങ്ങൾക്ക് പെർ ഷെയർ ₹45 ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട്. അത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്. സോ ഡിസ്കൗണ്ടിന് വേണ്ടി നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. വൺ മോർ തിങ്, ബൈ ഡീഫാൾട്ട് ഗ്രോയിലെ എല്ലാ IPO ആപ്ലിക്കേഷനും കട്ട് ഓഫ് പ്രൈസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് അപ്പർ ബാൻഡ്. സോ ചാൻസസ് ഓഫ് IPO അലോട്ട്മെൻറ്റ് മാക്സിമം ആണ് ഇവിടെ. ബട്ട് സ്റ്റിൽ IPO പ്രൈസ് ബാൻഡിൻ്റെ ബിറ്റ്വീനുള്ള ഏതൊരു പ്രൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതിൽ നിന്ന് ഡിസ്കൗണ്ട് ₹45 ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങളൊരു LIC പോളിസി ഹോൾഡർ ആണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ LIC പോളിസി പാൻ കാർഡായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പോളിസി ഹോൾഡർ കോട്ടയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പെർ ഷെയർ നിങ്ങൾക്ക് ₹60 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പോളിസി ഹോൾഡർ കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇനി സ്ക്രീനിൽ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ റെഗുലറിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4 ദെൻ ഇതുപോലൊരു പോപ്പപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പോളിസി ഹോൾഡർ കോട്ടയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ റെഗുലറിന് പകരം പോളിസി ഹോൾഡർ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് നമ്പർ 5, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീന് കാണാൻ വേണ്ടി സാധിക്കും. റെഗുലർ മോഡിലെ പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ബിഡ് കട്ട് ഓഫ് പ്രൈസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ₹60 ഡിസ്കൗണ്ട് ഓൾറെഡി അപ്ലൈഡ് ആണ്. സോ ഇവിടെ നിങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ ടാപ്പ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 6, ബാക്കിയുള്ള IPO ആപ്ലിക്കേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ UPI ID എൻ്റർ ചെയ്യുക. എന്നിട്ട് ചെക്ക് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്യുക ആൻഡ് അപ്ലൈ ഫോർ IPO ബട്ടൺ ടാപ്പ് ചെയ്യുക. UPI ആപ്പിൽ പോയിട്ട് മാൻഡേറ്റ് റിക്വസ്റ്റ് നിങ്ങൾ അപ്രൂവ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള UPI ID യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇനഫ് ക്യാഷ് ഉണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ തേർഡ് പാർട്ടീസിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ UPI ID നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോ ആപ്പിൽ തന്നെ പോവുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ IPO അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗ്രോ ആപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ IPO ബിഡ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ LICയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻഡസ്ട്രി ക്വസ്റ്റ്യനെയർ നമുക്ക് കവർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഡസ് ദ ബിസിനസ് വർക്ക്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡ്രൈവ് ദ ബിസിനസ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുന്ന പോലെ LIC ഒരു കസ്റ്റമറിൻ്റെ എൻ്റയർ ലൈഫ് സൈക്കിൾ കവർ ചെയ്യുന്ന 32 ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സ്, 7 റൈഡേഴ്സ് ആൻഡ് 11 ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രൊഡക്ട്സ് ആണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ LIC ഓഫർ ചെയ്യുന്ന ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സ് നമുക്ക് നോക്കാം. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ്, ഇവിടെ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൻ്റെ ഷെയർ ലഭിക്കുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് ബോണസ് ആൻഡ് ഡിവിഡൻസ്. സെക്കൻഡ് വൺ സേവിങ്സ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ്. തേർഡ് വൺ ടേം ഇൻഷുറൻസ് പ്രൊഡക്ട്സ്. ഫോർത്ത് വൺ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ്. ഫിഫ്ത്ത് വൺ ആനുറ്റി ആൻഡ് പെൻഷൻ പ്രൊഡക്റ്റ്. സിക്സ്ത് വൺ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ്.
LIC ഓഫർ ചെയ്യുന്ന ഗ്രൂപ്പ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഗ്രൂപ്പ് ടേം ഇൻഷുറൻസ് പ്രൊഡക്റ്റ്, സെക്കൻഡ് വൺ ഗ്രൂപ്പ് സേവിംഗ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ്, തേർഡ് വൺ ഗ്രൂപ്പ് സേവിംഗ് പെൻഷൻ പ്രൊഡക്റ്റ്, ഫോർത്ത് വൺ ഗ്രൂപ്പ് ആനുറ്റി പ്രൊഡക്റ്റ്. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇൻഷുറൻസ് കമ്പനിയാണ് LIC ബൈ മാർക്കറ്റ് ഷെയർ. അപ്പോൾ ഇൻഡിവിജ്വൽ ന്യൂ ബിസിനസ് പ്രീമിയം NBP 43% മാർക്കറ്റ് ഷെയറും അതുപോലെ തന്നെ ഗ്രൂപ്പ് NBP 74% മാർക്കറ്റ് ഷെയറുമാണ് ഉള്ളത്. LICയുടെ ബിസിനസ് ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ റൈസിംഗ് ഡിമാൻഡ് ഫോർ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ്, സേവിങ്സ് ആൻഡ് റിട്ടയർമെൻറ്റ് പ്ലാനിംഗ്. സെക്കൻഡ് വൺ ദ ഡിസ്ട്രിബ്യൂഷൻ കവറേജ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ്. തേർഡ് വൺ എംപ്ലോയീസ് ഓഫറിംഗ് ഇൻഷുറൻസ് ആൻഡ് റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ഫോർ എംപ്ലോയീസ്. Fourth one, overall premium renewal. Second one, what are the competitive advantages of the company? അപ്പോൾ കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അതുപോലെ തന്നെ ലാർജസ്റ്റ് ഏജന്റ് പൂൾ വരുന്ന LICക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ടോട്ടൽ ഏജന്റ് പോപ്പുലേഷൻ, അതായത് ഇൻഷുറൻസ് ഏജന്റ് പോപ്പുലേഷൻ വരുന്നത് അറൗണ്ട് 13.5 മില്യൺ ആണ്. അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ്റെ 55% LICക്കാണ്. അതുപോലെ തന്നെ റൂറൽ റീജിയണൽ സെല്ല് ചെയ്യുന്ന പോളിസിയുടെ 71% മാർക്കറ്റ് ഷെയറും LICക്കാണ്. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ലീഡിംഗ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ LICയുടെ റൂറൽ റീജിയണിലേക്കുള്ള റീച്ചുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ബാക്കിയുള്ള ഇൻഡസ്ട്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ LICക്ക് ലോ ടോട്ടൽ കോസ്റ്റ് റേഷ്യോ ആണുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ 2021 LICയുടെ ടോട്ടൽ കോസ്റ്റ് റേഷ്യോ വരുന്നത് 14.2% ആണ്. അപ്പോൾ ഇത് പ്രൈവറ്റ് പ്ലേയേഴ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് 15.1% ആണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ആവറേജ് നമ്മൾ നോക്കുമ്പോൾ 16.9% ആണ്. നെക്സ്റ്റ് വൺ GWP ഗ്രോസ് റിട്ടേൺ പ്രീമിയം. അപ്പോൾ ഫിനാൻഷ്യൽ 2021 അറൗണ്ട് 16.9% GWP പാർട്ടിസിപ്പേറ്റിംഗ് പ്രൊഡക്ട്സിനാണ്. അപ്പോൾ ഇത് പോളിസി ഹോൾഡേഴ്സിന് എക്സ്ട്രാ റിട്ടേൺസിന് റിസൾട്ട് ചെയ്തിട്ടുണ്ട് ഇൻ ദ ഫോം ഓഫ് ബോണസ് ആൻഡ് ഡിവിഡൻസ്. അതുപോലെ തന്നെ LICയുടെ ഓവറോൾ കസ്റ്റമർ സ്റ്റിക്കിനെസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കമ്പയർഡ് ടു പ്രൈവറ്റ് പ്ലേയേഴ്സ്. അപ്പോൾ പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഇതൊരു മീഡിയൻ ഓഫ് 42% ആണ് GWP പാർട്ടിസിപ്പേറ്റിംഗ് പ്രൊഡക്ട്സിന്. ഫിനാൻഷ്യൽ 2021 GWP അതായത് ഗ്രോസ് റിട്ടേൺ പ്രീമിയത്തിൻ്റെ 0.2% മാത്രമേ മാർക്കറ്റ് ലിങ്ക്ഡ് പ്രൊഡക്ട്സിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പ്രൈവറ്റ് പ്ലേയേഴ്സിന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്കൊരു മീഡിയൻ ഓഫ് 39.3% ആണ്. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ LIC ഇസ് ലെസ് വൾണറബിൾ ടു മാർക്കറ്റ് ഷോക്സ്. തേർഡ് വൺ, ഡസ് ദ കമ്പനി ഹാവ് പർച്ചേസിംഗ് പവർ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഇൻഡസ്ട്രി ലീഡിംഗ് ടോട്ടൽ കോസ്റ്റ് റേഷ്യോ അതുപോലെ തന്നെ മാർക്കറ്റ് ലീഡിംഗ് സ്റ്റാറ്റസ് കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കമ്പനിക്ക് സമയമ്പോട് പർച്ചേസിംഗ് പവർ ഉണ്ടെന്നാണ്. ബട്ട് ബീങ് എ PSU ഇവരുടെ ഫോക്കസ് ഇന്ത്യയിലെ എല്ലാവർക്കും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പർച്ചേസിംഗ് പവറിൻ്റെ ലിമിറ്റഡ് യൂസേ ചെയ്യത്തുള്ളൂ. ഫോർത്ത് വൺ, how has the company grown in the past? Has the company grown organically or via merger and acquisition? അപ്പോൾ 1956 എല്ലാ ട്രസ്റ്റും എല്ലാ ഇൻഷുറൻസ് കമ്പനീസും മെർജ് ചെയ്തിട്ടാണ് LIC ഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഹാഫ് എ സെഞ്ചുറി അവരൊരു മോണോപ്പൊളി സ്റ്റാറ്റസിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് LICയുടെ മോസ്റ്റ് ഗ്രോത്തും ഓർഗാനിക് ഇൻ നേച്ചറാണ്. ഫിഫ്ത്ത് വൺ, ഹൗ സ്ട്രോങ് ആർ ദ ഏർണിംഗ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഡു ദേ ഷോ ആൻ അപ്വേർഡ് ട്രെൻഡ്. അപ്പോൾ LIC ഫിനാൻഷ്യൽ 2011 ടു ഫിനാൻഷ്യൽ 2021 ടോട്ടൽ പ്രീമിയത്തിൽ 7.1% CAGRും അതുപോലെ ന്യൂ ബിസിനസ് പ്രീമിയത്തിൽ 7.8% CAGRും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കമ്പനി അപ്വേർഡ് ട്രെൻഡിലാണ് ഉള്ളതെന്നാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള SBI ലൈഫ്, മാക്സ് ലൈഫ്, HDFC ലൈഫിലൊക്കെ CAGR വരുന്നത് 10% എബോ ആണ്, ബോത്ത് ഇൻ ന്യൂ ബിസിനസ് പ്രീമിയം അതുപോലെ തന്നെ ടോട്ടൽ പ്രീമിയം. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിയർ കോമ്പറ്റേറ്റേഴ്സ് അതായത് പിയർ ഇൻഡസ്ട്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ LICക്ക് അത്ര ഗ്രോത്ത് ഇല്ല എന്നാണ്. അപ്പോൾ ഇത് ഫാളിംഗ് മാർക്കറ്റ് ഷെയറിന് ഒരു എവിഡൻ്റ് ആണ്. ഇനി ഫിനാൻഷ്യൽ ഇയർ 2016 ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് NBP 56% ആൻഡ് 81% റെസ്പെക്റ്റീവ്ലി ആണ്. അത് ഫസ്റ്റ് 9 month എൻഡഡ് ഫിനാൻഷ്യൽ 2022 43% അതുപോലെ തന്നെ 74% ആയിട്ടുണ്ട്. സിക്സ്ത് വൺ, ഹൗ ഇസ് ദ കമ്പനി ലൈക്ലി ടു പെർഫോം ഇൻ റിസഷൻ. അപ്പോൾ റിസഷൻ കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിംഗ് പവറുമായിട്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം റിസഷൻ വരുന്നൊരു ടൈമിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ന്യൂ ബിസിനസ് പ്രീമിയം അതുപോലെ തന്നെ റിന്യൂവൽ പ്രീമിയത്തെയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫിനാൻഷ്യൽ 2021 ഡ്യൂ ടു കോവിഡ് കൺസർവേഷൻ റേഷ്യോ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ പ്രീമിയം ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ബട്ട് ഫിനാൻഷ്യൽ 2022 അത് റൈസ് ബാക്ക് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, അതായത് റിസഷൻ വന്നാലും നമ്മുടെ അത് പ്രീമിയത്തിൽ അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. അത് ഡ്രോപ്പ് വന്നാലും എക്കോണമി റിക്കവർ ചെയ്യുമ്പോൾ അത് സൂൺ റൈസ് ബാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സെവൻത് വൺ, ഹൗ ഇസ് ദ കമ്പനി പ്ലേസ്ഡ് വിത്തിൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ലീഡറാണ് ഈ ഒരു കമ്പനി ഇൻ ഓൾ സെഗ്മെന്റ്സ്, അതായത് ന്യൂ ബിസിനസ് പ്രീമിയം, ടോട്ടൽ പ്രീമിയം, നമ്പർ ഓഫ് പോളിസി സോൾഡ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. എയ്ത്ത് വൺ, വേർ വിൽ ബി ദ കമ്പനി ആഫ്റ്റർ 10 years.
അപ്പോൾ ഇൻഡിവിജ്വൽ പോളിസി സെഗ്മെൻറ്റ് അതുപോലെ തന്നെ ഗ്രൂപ്പ് പോളിസി സെഗ്മെൻറ്റ് ആൻഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് പോളിസി സോൾഡ് ഇവരൊരു ഡിക്ലൈനിങ് മാർക്കറ്റ് ഷെയറാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ വൈഡ്ലി എക്സ്പെക്ട് ചെയ്യുന്നത് ഇവരുടെ മാർക്കറ്റ് ലീഡർ സ്റ്റാറ്റസ് റീറ്റെയിൻ ചെയ്യുമെന്നാണ്. ആസ് ഇവരാണ് ഗവൺമെൻറ് സ്കീം ലൈക്ക് പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബിംബ യോജനയുടെ ഒക്കെ പ്രൈമറി പോളിസി ഗിവർ. അതുപോലെ തന്നെ LICയുടെ വാസ്റ്റ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ട് ഇവരുടെ പൊസിഷൻ റീറ്റെയിൻ ചെയ്യുമെന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം LIC അതായത് ലൈഫ് ഇൻഷുറൻസിൻ്റെ സ്പേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് പ്ലെയർ ആണ് ഇവർ. ബട്ട് എക്സ്പെക്ട് ലാസ്റ്റ് 2 decadesൽ ഡിക്ലൈനിങ് മാർക്കറ്റ് ഷെയർ ആണ് ഇവർ കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോസസ്സിൽ ഡിജിറ്റലൈസേഷൻ അതുപോലെ തന്നെ മോഡേണൈസേഷൻ കൊണ്ടുവന്നതിലൂടെ ഫ്യൂച്ചറിൽ കമ്പനിക്ക് പ്രൈവറ്റ് പ്ലേസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇൻഡസ്ട്രി ഗ്രോത്ത് ലെവൽസ് ടച്ച് ചെയ്യാനും അവർക്ക് സാധിക്കും. 9th one, how the company is valued or the future is already priced in the stock price. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ബേസിക് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ IPO LIC ഏർണിങ്സിൻ്റെ 192 to 202 ടൈംസിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രൈവറ്റ് ലെയേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 78 to 82 ടൈംസാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ലൈക്ക് HDFC ലൈഫിന് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ P റേഷ്യോ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഗുഡ് വാല്യുവേഷൻ ടൂളാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഏർണിങ്സും നമ്മൾ എംബൈഡഡ് വാല്യൂ എന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പം RHP ആസ് ഓഫ് 30th September 2021 ഇന്ത്യൻ എംബൈഡഡ് വാല്യൂ വരുന്നത് 5.39 lakh crores ആണ്. ഇത് നമ്മൾ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് LIC ബേസ്ഡ് ഓൺ IPO പ്രൈസ് എടുക്കുകയാണെങ്കിൽ അത് 949 എടുക്കുകയാണെങ്കിൽ ഇത് റഫ്ലി 6 lakh crores ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രൈസ് ടു എംബൈഡഡ് വാല്യൂ ഓഫ് LIC വരുന്നത് 1.11 ആണ്. അപ്പോൾ ഇത് നമ്മൾ പ്രൈവറ്റ് പ്ലേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതായത് പ്രൈവറ്റ് പ്ലേസിൽ SBI ലൈഫിന് വരുന്നത് 3.77 ആണ്, HDFC ലൈഫിന് വരുന്നത് 3.96 ആണ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫിൽ വരുന്നത് 2.49 ആണ്. അപ്പോൾ എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ LICയുടെ വാല്യൂവേഷൻ ഡിസ്കൗണ്ടിൽ ചെയ്യണമെന്നാണ്. കാരണം ഇതൊരു PSU സ്റ്റാറ്റസിലുള്ളതാണ്. അതുപോലെ തന്നെ ഡിക്ലൈനിങ് മാർക്കറ്റ് ഷെയർ ആണ് ഓവർ ദി ഇയേഴ്സ് കാണിക്കുന്നത്. എംബൈഡഡ് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷനുമായിട്ട് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല അതായത് ഫ്യൂച്ചർ ഏർണിങ്സ് ഓൾറെഡി സ്റ്റോക്കിൽ ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എംബൈഡഡ് വാല്യൂ ഓഫ് LIC ഫിനാൻഷ്യൽ ഇയർ 2001 വരുന്നത് 95,605 crores ആണ്. അത് നമ്മൾ 9 month എൻഡ് ഫിനാൻഷ്യൽ ഇയർ 2022 നമ്മൾ നോക്കുകയാണെങ്കിൽ 5.39 lakhs crores ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഈ എല്ലാ ഫിഗേഴ്സും നമ്മൾ RHP എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഡൈപാം സെക്രട്ടറി അക്കോർഡിംഗ് ടു ഡൈപാം സെക്രട്ടറി നോക്കുകയാണെങ്കിൽ LICയുടെ പ്രൈസ് എല്ലാം ഫെയർ വാല്യൂ ആണ് ചെയ്തിരിക്കുന്നത് കൺസിഡറിങ് ഫാക്ടേഴ്സ് ലൈക്ക് മാർക്കറ്റ് ഡിമാൻഡ്, റെഡ്യൂസ്ഡ് മാർക്കറ്റ് വോളറ്റിലിറ്റി, ഡൊമസ്റ്റിക് ഫ്ലോസ് ആൻഡ് LIC പെർഫോമൻസ്. 10th one, what are the risks or challenges that the company will face in the future? അപ്പോൾ LICയുടെ ഒരു മെയിൻ വീക്ക്നെസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LIC ഒരു ഗവൺമെൻറ് ഓൺഡ് എൻ്റർപ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി വെച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ അത്രയും ഓപ്പറേഷണലി എഫിഷ്യൻ്റ് ആവാനുള്ള ചാൻസസ് ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് എന്തായാലും പ്രൈവറ്റ് പ്ലേയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു LICയുടെ ഇൻഹറൻറ്റ് അഡ്വാൻറ്റേജസ് ഒക്കെ ഫ്യൂച്ചറിൽ ഫെയ്ഡ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സ്ലോലി. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SBI ബാങ്കിനെയൊക്കെ ICICI ബാങ്കും HDFC ബാങ്കൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അപ്പം ബാങ്കിങ് സെക്ടർ പ്രൈവറ്റൈസ്ഡ് ആവുന്നതിന് മുമ്പ് SBI ബാങ്കിനായിരുന്നു ഒരുപാട് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും അതുപോലെ വൈഡസ്റ്റ് ജോഗ്രഫിക്കൽ റീച്ചും ഉണ്ടായിരുന്നത്. സെക്കൻഡ് വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ LICയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇത് പാസ്റ്റിൽ LIC കമ്പനീസിനെ ബെയിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2018 IDBI ബാങ്കിൻ്റെ 51% ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ഇൻട്രസ്റ്റിലാണ് ഇവർ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് അത് ഹാം ചെയ്യുകയാണ് ചെയ്തത്, അതായത് ഇൻ ടേംസ് ഓഫ് അവരുടെ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ റിട്ടേൺ റേഷ്യോസിൽ. തേർഡ് വൺ, പ്രൈവറ്റ് പ്ലേയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ LICക്ക് അത്രയും ഫാസ്റ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ 5 year CAGR ടോട്ടൽ പ്രീമിയം അതുപോലെ തന്നെ ന്യൂ ബിസിനസ് പ്രീമിയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 9% and 14% ആണ് LICക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബട്ട് പ്രൈവറ്റ് പ്ലേയേഴ്സിൽ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ 80% ആണ് ബോത്ത് കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് എല്ലാം ഇൻ ക്രോസ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡഡ് 20, ഫിനാൻഷ്യൽ ഇയർ 21, അതുപോലെ തന്നെ 9 month എൻഡഡ് ഫിനാൻഷ്യൽ ഇയർ 2022 കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 20 നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ അസറ്റ്സ് വരുന്നത് 34,14,174.57 ആണ്. ഫിനാൻഷ്യൽ ഇയർ 21 നോക്കുകയാണെങ്കിൽ 37,46,404.47 ആണ്. 9 month എൻഡഡ് ഫിനാൻഷ്യൽ ഇയർ 2022 14,19,786.98 ആണ്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 20 നോക്കുകയാണെങ്കിൽ 2,710.5 ആണ്.
ഫിനാൻഷ്യൽ ഇയർ 2021 നോക്കുകയാണെങ്കിൽ 2974.1 ആണ്. അതുപോലെ തന്നെ 9 മന്ത് എൻഡഡ് ഫിനാൻഷ്യൽ ഇയർ 2022 1715.3 ആണ്. ഇനി നമുക്ക് പിയർ കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ട് എല്ലാം ഇൻ ക്രോസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ LICനെ HDFC ലൈഫ്, അതുപോലെ തന്നെ SBI ലൈഫ്, അതുപോലെ തന്നെ ICICI പ്രൂഡൻഷ്യൽ ലൈഫായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം എംബൈഡഡ് വാല്യൂ വരുന്നത്. LICയുടെ എംബൈഡഡ് വാല്യൂ വരുന്നത് 95,605 ആണ്. HDFC ലൈഫിൻ്റെ വരുന്നത് 26,617 ആണ്. SBI ലൈഫ് 33,386, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് 29,106. വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് വരുന്ന LICയുടെ 4,167, HDFC ലൈഫ് 2,185, SBI ലൈഫ് 2,334, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് 1,621. ഇപ്പോൾ VBN മാർജിൻ, വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് മാർജിൻ വന്നിരിക്കുന്നത് LICയുടെ 9.90%, HDFC ലൈഫ് 26.10%, SBI ലൈഫ് 20.40%, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് 25.10%. ടോട്ടൽ കോസ്റ്റ് റേഷ്യോ LIC 14.2%, HDFC ലൈഫ് 16.30%, SBI ലൈഫ് 8.30%, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് 11.70%. കോൺസർവേഷൻ റേഷ്യോ വരുന്നത് LICയുടെ 84.50%, HDFC ലൈഫ് 85.90%, SBI ലൈഫ് 87.50%, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് 82%. ടോട്ടൽ പ്രീമിയം CAGR 3 ഇയേഴ്സ് വരുന്നത് LIC 9.30%, HDFC ലൈഫ് 15%, SBI ലൈഫ് 23.40%, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് 7.50%. ടോട്ടൽ പ്രീമിയം CAGR 10 ഇയേഴ്സ് വരുന്നത് LIC 7.10%, HDFC ലൈഫ് 15.70%, SBI ലൈഫ് 14.50%, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് 7.20%. ന്യൂ ബിസിനസ് പ്രീമിയം CAGR 3 ഇയേഴ്സ് LIC 14%, HDFC ലൈഫ് 16.30%, SBI ലൈഫ് 22.30%, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് 12.10%. ന്യൂ ബിസിനസ് പ്രീമിയം CAGR 10 ഇയേഴ്സ് LIC 7.80%, HDFC ലൈഫ് 17.40%, SBI ലൈഫ് 10.50%, ICICI പ്രൂഡൻഷ്യൽ ലൈഫ് 5.20%. ഇനി ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ROEV 36.89%, ROE 45.65%, earning per share 4.47, PE 201.91, industry P 79.77, debt to equity 0, current ratio 3.24, 2-year asset CAGR 5.49%, 2-year profit CAGR 6.39%. ഇനി IPOയുടെ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ IPOയുടെ ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് 4th May 2022 ആണ്. IPOയുടെ ക്ലോസിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 9th May 2022 ആണ്. ലിസ്റ്റിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് 17th May 2022 ആണ്. അപ്പോൾ IPOയുടെ പ്രൈസ് ബാൻഡ് വരുന്നത് 902 to 949 പെർ ഇക്വിറ്റി ഷെയർ ആണ്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റർ കാറ്റഗറി ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ IPO പ്രൈസിൽ 45 rupees ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും പെർ ഷെയർ. ഇനി പോളിസി ഹോൾഡർ ആണെങ്കിൽ ₹60 പെർ ഷെയർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ലോട്ട് വരുന്നത് 15 ഷെയർസ് ആണ്. അപ്പോൾ ഇഷ്യൂ സൈസ് വരുന്നത് 21,008.48 crores ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഫ്രഷ് ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല. ഇത് ഫുൾ ഓഫർ ഫോർ സെയിലാണ് വരുന്നത്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് അപ്രോച്ചിലാണ് IPO റിവ്യൂ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. ബട്ട് ലെങ്തി ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടി നിങ്ങളോട് റിമൈൻഡ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോയുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.